ഇന്നലെ മാസം കണ്ട സമയത്ത് ചന്ദ്രക്കലയുടെ വീഡിയോവുമായി ചില മെസ്സേജുകൾ നമ്മൾക്ക് കാണാൻ പറ്റും. അതിൽ ഇന്ന് മാസം 2 നമ്മളുടെ കാളിമാർക്ക് തെറ്റി എന്നൊക്കെയായിട്ടുള്ള മെസ്സേജുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഈ സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ ശരഈയായി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാസം കണ്ടത് തെറ്റി സംഭവിക്കാം എന്ന് തന്നെയാണ്. നോട്ടത്തിലുള്ള പിശക് കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മറഞ്ഞു പോയത് കൊണ്ടോ മറ്റോ നമുക്കങ്ങനെ സംഭവിക്കാം. പക്ഷെ അത് നമ്മൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആ മാസം പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതായത് ആ മാസത്തിൽ 28 നോമ്പ് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മൾക്ക് മാസം കണ്ടത് തെറ്റിയിരിക്കുന്നു എന്നും അടിസ്ഥാനത്തിൽ ഒരു ദിവസം നമ്മൾ ഖലാ വീട്ടേണ്ടതുണ്ട് എന്നുമാണ് ശറഈന്റെ വിധി. ചരിത്രപരമായിട്ട് അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 28 നോമ്പ് പിടിച്ചു. 28ാം നോമ്പിൻ്റെ അന്ന് മാസം കണ്ടു. അടുത്ത ദിവസം ശവ്വാൽ പിറന്നു. പെരുന്നാൾ ആചരിക്കേണ്ട നിർബന്ധ സാഹചര്യമായി. പിന്നീട് അവർ ഒരു നോമ്പ് ഖലാ വീട്ടുകയാണ് ചെയ്തത്. ഇതേപോലെ 1404 ഹിജ്റ 1404 ഹറം ഷരീഫിലും ഇതുപോലെ സംഭവിച്ചു. അവർ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പനുഷ്ഠിച്ചു. 28 നോമ്പ് പൂർത്തിയായ അന്ന് മാസം കാണുകയും ശവ്വാൽ പിറ ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുന്നാൾ നിർബന്ധമായി ആചരിക്കേണ്ടി വരികയും ചെയ്തു. പക്ഷെ അവർക്ക് ഒരു നോമ്പ് ഖലാ വീട്ടേണ്ടി വന്നു. അപ്പം ഇങ്ങനെ സംഭവിക്കാം. ഒരുപക്ഷെ സാധാരണ നോക്കുന്ന ആളുകൾ നോക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു നമ്മൾക്ക് എന്തെങ്കിലും കാരണത്താൽ കാണപ്പെടാത്തതിൻ്റെ പേരിലോ അശ്രദ്ധയാലോ ഒക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു എന്ന് ഉറപ്പാകണമെങ്കിൽ നമുക്ക് ആ മാസം പൂർത്തിയായാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാത്ത ഒരു സാഹചര്യത്തിലും നമ്മൾക്ക് ഈ വിധി ബാധകമല്ല. ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഭാവനയുടെ അടിസ്ഥാനത്തിലോ നമുക്ക് ശറഈന്റെ വിധി പറയേണ്ട ആവശ്യമില്ല.